അപ്പൊ നീ എന്താ തീരുമാനിച്ചേ ശ്രീയുടെ കാര്യം? അവൻ എന്റെ ശിഷ്യനായിട്ട് ബൗളറായിട്ട് സ്വീകരിക്കുക ഞാൻ. അതിന് അനുവാദം കിട്ടാൻ വേണ്ടിയാ ഞാൻ ICC-കാരുടെ പള്ളം നിറയെ കള്ളൊഴിച്ചു കൊടുത്ത്. ഇനി പുണ്യാളുടെ ഒപ്പിനെയും കൂടി. ക്യാപ്റ്റൻ, ഇപ്പോഴാണ് നീ കേരളത്തിന് പ്രിയപ്പെട്ടവനാകുന്നത്. എല്ലാ ബോളും സിക്സർ അടിക്കുന്നതിനല്ല, ഒരു റണ്ണെങ്കിലും എടുത്ത് ഇന്ത്യൻ ടീമിനെ കരകയറ്റാൻ കഴിയുന്നവനെ വേൾഡ് കപ്പിന് അവകാശിയാകും. ഇതില് നമ്മള് തോക്കൂലല്ലേ? എന്താണ് ക്യാപ്റ്റൻ ജയവും തോൽവിയും? ആപേക്ഷികമാണത്. ജയിച്ചു എന്ന് നാം കരുതുന്ന എത്ര കളികളിൽ നാം പുറത്താക്കപ്പെട്ടിരിക്കുന്നു. നേടും എന്ന് നാം കരുതുന്നത് എത്രയെണ്ണം ഇല്ലാതായിരിക്കുന്നു. ഒന്ന് കണ്ണടച്ചാൽ നിനക്ക് ഞാൻ 2 ദൃശ്യങ്ങൾ കാട്ടിത്തരാം. പായുന്നയാകാശം ഞാൻ, പായുന്നയാകാശമീ ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി. താളത്തേ തകതക താളത്തേ, താഴത്തേ തരിമണൽ പാടുന്നു, അനുപദം അനുപദമണയുഗ വിജയപദം. സരി സദ സദ പദ പഗ പഗരി സാ. പായുന്നയാകാശം ഞാൻ, പായുന്നയാകാശമീ ഞാൻ. ദുഃഖമാണ് പൊട്ടി ഒഴുകിയ സന്ദർഭങ്ങൾ. താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? കണ്ടല്ലോ, സത്യം ഇത്രയ്ക്കും വിചിത്രമാണ്. പലപ്പോഴും നമുക്ക് പിരിയാൻ സമയമായി ക്യാപ്റ്റൻ. പുറത്ത് കാറിൽ തളർന്നുറങ്ങുന്ന ശ്രീശാന്തിനെയും കൊണ്ട് നീ കളിക്കളത്തിലേക്ക് പോകും. അതിനു മുമ്പ് ഞാൻ അവനെ വിളിച്ചിട്ട് വരട്ടെ. പുണ്യാളവൻ തലയിൽ വെച്ച് മാറ്റിയിരിക്കണം. അതോടെ അവന്റെ വിഷമം തീരും. അവൻ അടിച്ചു പൊളിക്കുകയും ചെയ്യും. നീ നൽകാൻ പോകുന്ന ഈ ഓവറുകൾ മാത്രം മതി അവന് മിടുക്കനാകാൻ. എന്നാലും പുണ്യാളിനെ എത്ര അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 2 മിനിറ്റ് ഞാൻ അവനെ കൊണ്ട് ഇങ്ങോട്ട് വേഗം വരും. പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ട. നിങ്ങള് മലയാളികള് ഓസിന് അനുഗ്രഹം കിട്ടുമെങ്കിൽ ആരുടെ കാലം വീടാൻ റെഡിയായിട്ടുള്ളവരാണ്. ഗുരുവായൂർക്കോ വേളാങ്കണ്ണിക്കോ തൊഴാൻ പോണ കൂട്ടുകാരനോട് നമ്മുടെ കാര്യം കൂടെ അന്നവിടെ പറയണേ കടി എന്ന് പറയണ ചീങ്കണ്ണിയോളല്ലേ. അനുഗ്രഹം കുപ്പിയിലോ പാക്കറ്റിലോ കിട്ടുന്ന ബോർഡ് കണ്ട അപ്പ അവിടെ കയറി ക്യൂ നിൽക്കും. ചെല്ലടാ, വിളിച്ചിട്ട് വാ. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. ഒന്നുകൂടെ വായൊന്നും.
പുണ്യാള പുണ്യാള എങ്ങനെ പോയേ? എന്തേ ആരീ തരണേ? പുണ്യാളിനെ ഇതെന്ത് പണിയായി കാട്ടിയേ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? പ്രാവ് കാണാൻ വന്നിട്ട് അപ്പളേക്ക് പോയി. ആര് വീട്ടിലെന്ന്? പുണ്യാളൻ സെലക്ഷൻ കമ്മിറ്റി പുണ്യാളൻ നിനക്ക് യോഗയുടെ സതീശന്റെ അനുഗ്രഹം മേടിക്കാൻ നിനക്ക് പറ്റില്ല. ഒരു സാക്ഷി ഉണ്ടാവുമല്ലോ നീ കൂടെ കണ്ടിരുന്നെങ്കിൽ. എന്തുകൊണ്ട് കണ്ടു? ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സിസിയിലെ സെയിന്റ് ഫ്രാൻസിസ് പുണ്യാളൻ. പഠിക്കല്ലേ? ഉളുവാ ഞാനാ എന്തൊട്ടിന്? ചത്തുപോയ ക്രിക്കറ്റ് ഭ്രാന്തന്മാരെ കല്ലറ കാണുന്നു, പിന്നെയല്ലേ പുണ്യാളനെ കാണുന്നത്? ചത്തുപോയവരെ കല്ലറയും കൂടെ കണ്ടു. ആ അപ്പൊ പിന്നെ ഒരു സ്വർഗത്തേക്ക് നരകത്തേക്ക് പോണ്ട അവിടെ താമസാ? ഞാനേ നിന്നെ ഓപ്പണിംഗ് ബൗളറായിട്ട് അടുത്ത കളിയിൽ ഇറങ്ങുന്നു പുണ്യാളോട് പറഞ്ഞു. ആളതിന് സമ്മതിച്ചു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വന്ന് ആ ചാൻസ് പോയില്ലേ. പുണ്യാളന്മാര് ഭൂമിയിൽ വരില്ലാണ് നീ പറയണേ? അങ്ങനെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഏതെല്ലാം കളികളിൽ നമ്മെ ജയിപ്പിക്കാമായിരുന്നു. കളി തൂക്കുമെന്നായാൽ മഴ പെയ്യാമായിരുന്നു. നീ ഇപ്പൊ ഇന്ത്യൻ ടീമിലാ. നീ ആരണ്ട എതിർ ടീമിന്റെ ചാരന? ഞാൻ പറയില്ല. മാത്രല്ല ഞാൻ പുണ്യാൾ കണ്ടിച്ചുണ്ട്. നീ എവിടെ കണ്ടു? എന്റെ മുന്നിൽ നിൽക്കുന്നു ഇപ്പൊ ക്യാപ്റ്റൻ എന്റെ പുണ്യാളൻ. അങ്ങനെ നല്ല മനുഷ്യരുടെ രൂപത്തിലാ പുണ്യാളന്മാർ ഭൂമിയിൽ വരിക. നീ ഉണ്ടല്ലോ ഈ ചെയ്തിട്ട് മാറ്റിക്കിടന്ന വർത്താനം നീ പറയുന്നത്. വന്നേ അടുത്ത കളിയിൽ നീ മാൻ ഓഫ് ദ മാച്ച് ആവണട്ടാ. അത് ഞാൻ തന്നെയാ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വിടും. നന്നായി. ഇനി നിന്നെ ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കുന്ന രീതിയിലാണ് കളിപ്പിക്കുക. അത് മറക്കണ്ടാട്ടാ. ഒരു ചോദ്യം ചോദിക്കട്ടെ? ആ ബെജിയോട് ചോദിച്ച പോലെ അടി കിട്ടുന്ന ചോദ്യം ഒന്നും എന്നോട് ചോദിക്കരുത്. ഇതൊന്നുമല്ല. ക്യാപ്റ്റൻ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തേ അല്ലാഞ്ഞിട്ട് എനിക്ക് എന്താ പറ്റിയേ? ഇല്ല. പക്ഷെ അടുത്ത കളിയിൽ നമുക്ക് ഓപ്പണിംഗ് എറിഞ്ഞാലേ നമുക്ക് ഒരുമിച്ചറിയാനേ. ഇതിപ്പോ അങ്ങനെ ആനക്കാര്യൊന്നല്ല. വേണ്ട ടച്ചൊക്കെ പോയില്ലേ? നീ എന്തുട്ടായി പറയണേ? അതിനല്ലേ ഞാൻ നമ്മക്കൊരു പിടിയും പിടിക്കാന്നേ.